ഹായ് ബുദ്ധിമുട്ടിലേക്ക് സാധനം യൂട്യൂബ് ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ കെ ഡി പ്രതാപന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ദൈവമായ മണി ചെങ്കാരുടെ ദൈവമായ പ്രതാപന് ജാമ്യം കിട്ടുന്ന അല്ലെങ്കിൽ ജാമ്യം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കേസ് ബെയിൽ അപ്ലിക്കേഷൻ തള്ളിയിരിക്കുന്നത് CBI കോർട്ട് 2 അല്ലെ, സ്പെഷ്യൽ CBI കോർട്ട് 2 അവിടെ നിന്ന് കൊച്ചിയിലുള്ള കോർട്ടിൽ നിന്ന് തള്ളിയതിൻ്റെ പ്രകാരമാണ്. അവിടെ പറഞ്ഞിരുന്നത് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജാമ്യം തള്ളിയത്. നീ അകത്ത് തന്നെ കിടക്കും മോനെ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നീ അകത്ത് കിടക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇപ്പം കിടന്നു കഴിഞ്ഞാൽ ബാക്കി ഇന്ന് കുറച്ച് തരാം അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 7 വർഷം അല്ലെങ്കിൽ 10 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാനിതാ വിചാരണ വേളയിൽ 2 മാസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 മാസം കുറച്ച് തരും. അപ്പോൾ നീ ഏതായാലും കിടക്കേണ്ടവൻ തന്നെയാണ്, അതുകൊണ്ട് നീ കിടക്കുക എന്ന് പറഞ്ഞിട്ടാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപനെ അകത്തിട്ടത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മളെ ഹൈക്കോടതിയിൽ പോവുകയാണ്. ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് നമുക്ക് ആഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. വളരെ കുറച്ചൊരു പീരീഡേ ആയുള്ളൂ. ആഗസ്റ്റ് മാസം 1-ാം തീയതി അത് 14 ദിവസത്തിന് ശേഷം പിന്നെ മാറ്റിവെക്കുന്നു. നമ്മുടെ ആരുടെ EDയുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് 14 ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, റിപ്പോർട്ട് കുറച്ചും കൂടി പണികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും മാറ്റിവെക്കുകയാണ്. 2-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയാണ്. 2-ാം തീയതി നമ്മളിതാ സബ്മിറ്റ് ചെയ്യുന്നു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടൊക്കെ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും 10 ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് 11/9 അത് ഇന്നത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ നല്ലൊരു ഒബ്ജക്ഷൻ തന്നെ ED സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ 1-ാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ആദ്യത്തെ കുറ്റപത്രം മാത്രമാണ്, ഇനിയും കുറേ കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിനായ പ്രതാപനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എന്താ കഥ, ഒന്നും പറയാനില്ല അല്ലേ. അപ്പോൾ എന്താവും എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.